को सही सलामत उनके घर तक हमने पहुंचा दिया. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളുടെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ജനതയാണ്. കേരളത്തിലെ പെൺമക്കൾ, പെൺകുട്ടികൾ, ആയിരക്കണക്കിന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുണ്ട്. കേരളത്തിലെ നഴ്സുമാർ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഭീകരവാദികൾ ആ നഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയി അവരെ തടങ്കലിലാക്കി. അവർക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചു. ഡൽഹിയിലെ കേന്ദ്രത്തിലെ സർക്കാർ അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട്, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു, നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു, വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് അവർക്കാർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളുടെ കൈകളിലെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ സർക്കാരിന് സാധിച്ചു. आतंकवाद ये मानवता का दुश्मन है. पूरे विश्व की मानव जात को मानवतावादियों ने एक होकर के आतंकवाद को परास्त करना ही होगा. और आतंकवाद के सामने न हिंदुस्तान झुका है, न हिंदुस्तान झुकेगा. आतंकवाद को परास्त करके रहेगा. ഭീകരവാദം മനുഷ്യത്വത്തിന്റെ മുഴുവൻ ശത്രുവാണ്. ഭീകരവാദത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഭാരതം തയ്യാറല്ല. ഭാരതം അതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല, മുട്ടുമടക്കില്ല, മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. भाइयों बहनों, इन दिनों पूरे देश में एक आक्रोश का माहौल है. जम्मू कश्मीर में, उरी में हमारे पड़ोसी देश ने जो एक्सपोर्ट किए हुए टेररिस्टों ने हमारे 18 जवानों को बलिदान होना पड़ा. आतंकवादी कान खोल के सुन ले, यह देश इस बात को कभी भूलने वाला नहीं है. രാജ്യം മുഴുവൻ ആശങ്കയുടെ, അസ്വസ്ഥതയുടെ ഒരു സാഹചര്യത്തിലാണിന്ന്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ നമ്മുടെ അയൽ രാജ്യം, ആ അയൽ രാജ്യത്തിന്റെ സംരക്ഷണത്തോടുകൂടി, പിന്തുണയോടുകൂടി എത്തിയ ഭീകരവാദികൾ സൈനിക ക്യാമ്പ് ആക്രമിച്ച് 18 സൈനികരെ കൊലപ്പെടുത്തി. ഒരു കാര്യം അവർ ഓർമ്മിക്കണം, ഇതിന് ഒരു കാരണവശാലും ഭാരതം ഇതൊരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതിന് മറുപടി പറയാൻ ഭാരതം എന്നും തയ്യാറായിരിക്കും. मेरे प्यारे भाइयों बहनों, पिछले कुछ महीनों में 17 बार ये पड़ोसी देश ने जो टेररिस्ट एक्सपोर्ट किए थे, 17 बार अलग अलग गुट, कभी 4 की संख्या में, कभी 6 की संख्या में, सीमा पार करके इन फिदायिन हमलावरों ने इसको तहस नहस देश को करने का प्रयास किया. लेकिन हमारी सेना, जाबाज सेना ने पिछले कुछ ही महीनों में इन 17 प्रयासों को विफल किया. लाइन ऑफ कंट्रोल के पास ही इन फिदायिन हमलावरों को मौत के घाट उतार दिया. पिछले कई वर्षों में इतने कम समय में सबसे ज्यादा 110 से भी ज्यादा आतंकवादियों को
हमारी सेना के जवानों ने मौत के घाट उतार दिया. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ 17 തവണ, ചിലപ്പോൾ 4 പേര്, ചിലപ്പോൾ 5 പേര്, അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് അതിർത്തി ഭേദിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഭീകരവാദികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൈന്യം അങ്ങനെയുള്ള ഓരോ പരിശ്രമത്തെയും, ആ പരിശ്രമത്തെ അതിനെ സമർത്ഥമായി നേരിട്ടുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ഈ 17ഓളം ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾ, അതിൽ 110 ഈ ഭീകരവാദികളെ, 110ഓളം ഭീകരവാദികളെ അവരെ വധിച്ചുകൊണ്ട് അവരെ കാലപുരിയിലേക്ക് അയക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. इन संभवित 17 भयंकर घटनाओं से देश को बचाने का महान काम हमारे देश के जाबाज जवानों ने किया, सुरक्षा बलों ने किया, सीना तान करके लड़ाइयां लड़ी और देश के सामान्य मानवी को रक्षा देने के लिए वो लड़ते रहे, वे सदा सर्वदा जागते रहे. और हमें 125 करोड़ देशवासियों को हमारी सेना पर नाज है, हमारी सेना पर हमें गर्व है, उनकी वीरता पे गर्व है, उनके पराक्रम पे गर्व है, उनके बलिदान की गाथाओं पर गर्व है. ഈ 17 സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, അതിലൂടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ശ്രമം ഇന്ത്യൻ സൈന്യമാണ് നടത്തിയത്. ആ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ 125 കോടി ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ, ആ ജനങ്ങൾ ഈ സേനയുടെ പരിശ്രമം, ഈ സേന നടത്തിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, ഈ സേന ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വീരശൂരമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഈ സേന കാണിച്ചിട്ടുള്ള സാഹസികത തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം നൽകുന്നതാണ്. നമുക്ക് നന്ദിയുള്ളവരാണ്. ഈ സൈന്യത്തിലെ ഓരോ ഭടനോടും അവരെ ഓർത്ത് ഈ രാജ്യം അഭിമാനം കൊള്ളുകയാണ്. आप कल्पना कर सकते हैं, पड़ोसी देश एक घटना में सफल हुआ और हमारे 18 वीरों को बलि होना पड़ा. अगर इन 17 घटनाओं में अगर वो सफल हुए होते तो देश को कितना तबाह कर देते, इसका आप अंदाज कर सकते हो. നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും, നമ്മുടെ ഈ അയൽ രാജ്യം നടത്തിയ ഒരു പരിശ്രമം, അതിൽ 18 ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 17 ശ്രമങ്ങൾ, ആ 17 ശ്രമങ്ങളിൽ ഓരോന്നിലും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ എത്രയേറെ പേർക്ക്, ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഊഹിക്കുമ്പോൾ, അപ്പോഴാണ് സേന നടത്തുന്ന പരിശ്രമങ്ങളുടെ, ആ പരിശ്രമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. मेरे प्यारे देशवासियों, हमारे सेना के जवान, हमारे सुरक्षा बलों के जवान, चाहे बीएसएफ हो, चाहे सीआरपीएफ हो, चाहे जम्मू कश्मीर की पुलिस हो, चाहे नॉर्थ ईस्ट की पुलिस हो, जितने भी हमारे सुरक्षा बल के जवान हैं, वो इस लड़ाई को जीतते चले गए हैं. इसका कारण सिर्फ शस्त्र नहीं होते हैं. जवानों के लिए शस्त्र तो एक खिलौना होता है, लेकिन जवानों की शक्ति देश का मनोबल होता है. आज हिंदुस्तान का मनोबल सबसे ऊंचा है, सबसे बुलंद हौसला है, और देश के लिए
देश के जवानों के लिए भारत के 125 करोड़ देशवासियों का ये मनोबल, यही हमारी ताकत है और यही हमारे सैन्य का सामर्थ्य है. പ്രിയപ്പെട്ട നാട്ടുകാരെ, സേന നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങൾ അത് BSF ആണെങ്കിലും CRPF ആണെങ്കിലും ജമ്മു കാശ്മീരിലെയോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയോ പോലീസ് സംവിധാനമാണെങ്കിലും അവർക്കെല്ലാവർക്കും തന്നെ ഇത്രയും സമർത്ഥമായിട്ടുള്ള രീതിയിൽ, ഇത്രയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ഭീകരവാദികളെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ആയുധങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല. ആയുധങ്ങൾ ജവാന്മാരെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങളാണ്. അവർക്ക് ശക്തി നൽകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണയാണ്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണ, ആ മനസ്സിന്റെ ശക്തി ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജവാന്മാരോടൊപ്പമാണ്. ആ മനഃശക്തിയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർക്ക് വിദേശ ശക്തികളുടെ ആക്രമണങ്ങളെ, അതിക്രമങ്ങളെ സമർത്ഥമായിട്ട് നേരിടാൻ അവർക്ക് പ്രേരണ നൽകുന്നത്. पड़ोस के देश के नेता, उनके हुक्मरान कहा करते थे 1000 साल लड़ेंगे, काल के भीतर कहां खो गए कहीं नजर नहीं आते. ഈ അയൽ രാജ്യത്തിന്റെ ചില നേതാക്കന്മാർ പറയുമായിരുന്നു, ഞങ്ങൾ 1000 വർഷത്തെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. എവിടെ പോയി അവരുടെ യുദ്ധവീര്യം? അവരുടെ പരാക്രമം മുഴുവൻ ഈ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയല്ലേ? और आज के हुक्मरान आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ करके कश्मीर के गीत गा रहे हैं. ഇപ്പോൾ അവിടുത്തെ നേതാവ് ഭീകരവാദികൾ എഴുതിയ പ്രസംഗം വായിച്ച് കാശ്മീരിന്റെ പാട്ടുകൾ പാടുകയാണ്. मैं आज यहां से सीधा सीधा पाकिस्तान की आवाम से बात करना चाहता हूं. उन हुक्मरानों से जो आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ते हैं, दुनिया को उनसे कोई अपेक्षा नहीं है. लेकिन मैं आज यहां से पाकिस्तान की आवाम से बात करना चाहता हूं. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന ആളുകളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവരെക്കുറിച്ച് ലോകത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം പാകിസ്ഥാനിലെ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. मैं पाकिस्तान की आवाम को याद दिलाना चाहता हूं कि 1947 के पहले आपके पूर्वज भी इसी संयुक्त हिंदुस्तान की धरती को प्रणाम करते थे, इसी को अपनी मिट्टी मानते थे. और उस हिसाब से आपके उन पूर्वजों की याद दिलाते हुए मैं आज आपसे कुछ बातें कहना चाहता हूं. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പാകിസ്ഥാനിലെ ജനതയോട് 1947 മുൻപ് നിങ്ങളുടെ പൂർവികർ അന്ന് ഒരുമിച്ച് നിന്നിരുന്ന വിഭജനത്തിന് മുൻപുള്ള ഈ നാടിനെ പ്രണമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ ജീവിച്ചിരുന്നത്. ആ ജനതയോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि पीओके तो आपके पास है, आप उसको भी संभाल नहीं पाते. कभी पश्चिम बंगाल, पूर्वी पाकिस्तान जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए. आप सिंध को संभाल नहीं पा रहे हो,
आप गिलगिट को नहीं संभाल पा रहे हो, आप पख्तूनिस को संभाल नहीं पा रहे हो, आप बलूचिस्तान को नहीं संभाल पा रहे हो। ये तो आपके पास है, आपका शासन है, आप इसको भी नहीं संभाल पाए हो। और आपको कश्मीर की बातें करके ये आपको गुमराह कर रहे हैं। आप पाकिस्तान की आवाम अपने नेताओं को जरा पूछे कि जो घर में है उनको तो ढंग से संभाल करके दिखाओ। പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പാക് അധീന കാശ്മീർ, ആ പാക് അധീന കാശ്മീർ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബംഗ്ലാദേശ് നിങ്ങളുടെ കൈവശമായിരുന്നില്ലേ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? സിന്ധ് നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഗിൽഗിത് നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? പഖ്തൂണിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ബലൂചിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാകിസ്ഥാനിലെ ജനങ്ങളെ, അവിടുത്തെ നേതൃത്വം കാശ്മീരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട്, ആ ജനതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മുടെ കൈവശമുള്ള പ്രദേശങ്ങൾ പോലും, ആ പ്രദേശങ്ങൾ പോലും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത നിങ്ങൾ കാശ്മീരിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വിഡ്ഢികളാക്കുകയല്ലേ? पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि दोनों देश एक साथ आजाद हुए, क्या कारण है कि हिंदुस्तान दुनिया में सॉफ्टवेयर एक्सपोर्ट करता है और आपके हुक्मरान टेररिस्टों को एक्सपोर्ट करते हैं? क्या कारण है? പാകിസ്ഥാനിലെ ജനത അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ കാലത്ത്, ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇന്ത്യ വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ, IT മേഖലയിൽ ഇന്ത്യ കയറ്റുമതി നടത്തുന്നു, വിവര സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റുമതി നടത്തുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. पाकिस्तान की आवाम से मैं कहना चाहता हूं, आपको गुमराह करने के लिए आपके हुक्मरान 1000 साल तक हिंदुस्तान से लड़ने की बातें करते हैं. आज दिल्ली में ऐसी सरकार बैठी है, मैं आपकी इस चुनौती को स्वीकार करने के लिए तैयार हूं. നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളുടെ നേതൃത്വം 1000 വർഷക്കാലത്തെ യുദ്ധത്തെക്കുറിച്ച് വാചകമടിക്കുന്നു. ഡൽഹിയിൽ കേന്ദ്രത്തിലെ സർക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. पाकिस्तान की आवाम, मैं आपको कहना चाहता हूं, हिंदुस्तान आपसे लड़ाई लड़ने को तैयार है. आओ हिम्मत हो तो लड़ाई उस बात की लड़े. आइए हम गरीबी को खत्म करने का काम करें, आप अपने देश में गरीबी को खत्म करने का काम करें. हम दोनों लड़ाई लड़े, देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है. आओ, पाकिस्तान की आवाम इसको पसंद करेगी. പാകിസ്ഥാനിലെ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരുമിച്ച് ഈ യുദ്ധത്തിലേക്ക് നീങ്ങാം. ഈ രണ്ട് രാജ്യങ്ങളിലെയും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ, ആ യുദ്ധത്തിൽ ആരാണ് മുന്നോട്ട് വരിക, ആരാണ് മുന്നിലെത്തുക, ആരാണ് അതിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പരിശ്രമം നടത്താം എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. पाकिस्तान के नौजवान आओ लड़ाई लड़े,
पहले हिंदुस्तान बेरोजगारी खत्म करता है कि पहले पाकिस्तान बेरोजगारी खत्म करता है? और बेरोजगारी को खत्म करने की लड़ाई लड़े और देखे पहले कौन जीतता है. പാകിസ്ഥാനിലെ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, തൊഴിലില്ലായ്മക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് നമുക്ക് തുടക്കമിടാം. പാകിസ്ഥാനിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ എന്നുള്ളതിൽ നമുക്കൊരു ശ്രമം നടത്താം. ആദ്യം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നമുക്ക് നടത്താം. मैं पाकिस्तान के उन छोटे छोटे बालकों से बात करना चाहता हूं. आइए हम अशिक्षा के खिलाफ लड़ाई लड़े. पाकिस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े, हिंदुस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े और देखे पहले हिंदुस्तान जीतता है कि पहले पाकिस्तान जीतता है. പാകിസ്ഥാനിലെ ചെറിയ കുട്ടികൾ അവിടുത്തെ ബാലന്മാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാടുകളിലെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് തുടക്കമിടാം. ആദ്യം പാകിസ്ഥാനാണോ ഈ മേഖലയിൽ മുന്നോട്ടെത്തുക, അതോ ഈ രാജ്യം ഇന്ത്യയാണോ ഈ മേഖലയിൽ വിജയിക്കുക എന്നുള്ളത് നമുക്കൊരു യുദ്ധത്തിന്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് തുടക്കമിടാം. हिंदुस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं. पाकिस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं. आओ लड़ाई लड़े नवजात शिशुओं को बचाने की, प्रसूता माताओं को बचाने की. आप बचा करके दिखाओ, हम बचा करके दिखाए, देखे कौन जीतता है. നവജാത ശിശുക്കളുടെ മരണം, പ്രസവത്തിന് ശേഷമുള്ള അമ്മമാരുടെ മരണം, ഇതിലൊക്കെ പാകിസ്ഥാനും ഇന്ത്യയും ഈ മേഖലയിൽ നമുക്കൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. ഈ രണ്ട് രാജ്യങ്ങളിൽ എവിടെയാണ് ഈ മേഖലയിൽ നമുക്ക് മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. और पाकिस्तान के हुक्मरान सुन ले, हमारे 18 जवानों का बलिदान बेकार नहीं जाएगा. പാകിസ്ഥാനിലെ നേതൃത്വം മനസ്സിലാക്കണം, നമ്മുടെ 18 ജവാന്മാരുടെ ജീവത്യാഗം, ആ ജീവത്യാഗം വ്യർത്ഥമാകില്ല. भारत सफल रहा है पूरे दुनिया में आपको अलग थलग करने के लिए, और हम उसको तेज करेंगे और पूरे विश्व में आपको अकेला रहने के लिए हम मजबूर करके रहेंगे. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളുടെ അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, ഈ ലോകത്തിന്റെ മുന്നിൽ അത് മുഴുവൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. वो दिन दूर नहीं होगा जब पाकिस्तान की अवाम पाकिस्तान के हुक्मरानों के खिलाफ, आतंकवाद के खिलाफ लड़ाई लड़ने के लिए मैदान में आएगी. പാകിസ്ഥാനിലെ ജനത അവിടുത്തെ നേതൃത്വത്തിനെതിരായിട്ട്, ഭീകരവാദത്തിന് എതിരായിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുന്ന ദിവസം, ആ ദിവസം അധികം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. मेरे प्यारे देशवासियों, हमारे देश का भविष्य शांति, एकता, सद्भावना से जुड़ा हुआ है. देश का जवान तब जीतता है जब हम कंधे से कंधे मिलाकर के खड़े रहते हैं, एक स्वर से बोलते हैं, एक ही संकल्प को लेकर के चलते हैं. आज 125 करोड़ देशवासी उस देशभक्ति के ज्वार से भरे हुए हैं. आज 125 करोड़ देशवासी भारत की आन बान शान के लिए हर कीमत देने के लिए तैयार बैठे हैं. और इसलिए भाइयों बहनों, मैं भारत के उज्जवल भविष्य को देख रहा हूं, भारत में सुख चैन की जिंदगी देख रहा हूं, और उसके लिए हम सब मिलकर के सफल होंगे, ये मैं आपको विश्वास दिलाता हूं. ഈ ഭാരതം ശാന്തിയുടെയും ഏകതയുടെയും സദ്ഭാവനയുടെയും നാടാണ്. ഭാരതത്തിലെ ജവാന്മാർ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ 125 കോടി ജനങ്ങൾ, ആ ജനങ്ങളുടെ ദേശഭക്തിയാൽ പ്രേരിതമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി,
ഈ നാടിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവി, ആ ഭാവി രചിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. मेरे प्यारे देशवासियों, पंडित दीनदयाल उपाध्याय जन्म शताब्दी वर्ष को हमने गरीब कल्याण वर्ष के रूप में मनाना तय किया है. हमारी सभी प्रयासों का केंद्र बिंदु हमारा देश का गरीब हो, हमारा गरीब एम्पावर हो, गरीबी के खिलाफ लड़ाई लड़ने के लिए एक बहुत बड़ी ताकत निर्माण हो, उस दिशा में हम आगे बढ़ रहे हैं. और इस केरल की धरती, केरल के लोग, गॉड्स ओन कंट्री हमें आशीर्वाद दे ताकि हम देश के कल्याण के मार्ग पर, गरीबों के कल्याण के मार्ग पर, जन कल्याण के मार्ग पर, लोक कल्याण के मार्ग पर हम तेज गति से आगे बढ़े. ദീൻദയാൽജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം ഈ നാട്ടിലെ ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള, ദരിദ്രരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിന്റെ ഭൂമി, ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം ഭൂമി, ആ ഭൂമി, ഈ പരിശ്രമങ്ങളിൽ നമുക്ക് ആ ഭൂമിയുടെ അനുഗ്രഹങ്ങൾ തേടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. 21वीं सदी में हमारा संकल्प बने कि हिंदुस्तान एक ऐसा देश हो जो गरीबी से मुक्त हो, समृद्धि से युक्त हो. 21ാം നൂറ്റാണ്ടിൽ ഈ നാട് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള, സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. भारत ऐसा देश हो जो भेदभाव से मुक्त हो, समानता से युक्त हो. ഈ ഭാരതം ഉച്ചനീചത്വങ്ങളാൽ അതിൽ നിന്ന് മുക്തമായിട്ടുള്ള സമത്വത്തിന്റെ നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो अन्याय से मुक्त हो, न्याय से युक्त हो. ഈ നാട് അനീതിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള നീതിയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो गंदगी से मुक्त हो, स्वच्छता से युक्त हो. ഈ നാട് ദുർഗന്ധത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും മുക്തമായിട്ടുള്ള, ഈ നാട് സ്വച്ഛതയുടെയും, ഈ നാട് അങ്ങനെയുള്ള ഒരു പ്രദേശമായിട്ട് സ്വച്ഛതയുടെ പ്രദേശമാകട്ടെ. भारत ऐसा देश हो जो भ्रष्टाचार से मुक्त हो, पारदर्शिता से युक्त हो. ഈ ഭാരതം അഴിമതിയിൽ നിന്ന് വിമുക്തമായ സുതാര്യതയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो बेरोजगारी से मुक्त हो, रोजगारी से युक्त हो. ഈ ഭാരതം തൊഴിലില്ലായ്മയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള, തൊഴിലുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो महिला उत्पीड़न से मुक्त हो, नारी सम्मान से युक्त हो. ഈ ഭാരതം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള, സ്ത്രീകൾക്ക് ആദരവ് ലഭിക്കുന്ന പ്രദേശമായിട്ട്, നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो निराशा से मुक्त हो, आशा से युक्त हो. ഈ നാട് നിരാശയുടെ കയങ്ങളിൽ നിന്ന് ഉയർന്ന് ആശയുടെ പ്രതീക്ഷകളുടെ നാടായിട്ട് മാറട്ടെ. पंडित दीनदयाल उपाध्याय जी की जन्म शती में इसी संकल्प को लेकर के हम सब आगे बढ़े. इसी एक अपेक्षा के साथ आप सबका बहुत बहुत आभार, आप सबको बहुत बहुत शुभकामनाएं. ദീൻദയാൽജിയുടെ ജന്മശതാബ്ദിയുടെ ഈ വർഷത്തിൽ ഈ പ്രതീക്ഷകളുമായിട്ട്, ഈ ദൃഢപ്രതിജ്ഞയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ. मेरे साथ मुट्ठी बंद करके पूरी ताकत से बोलिए. എല്ലാവരും കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പറയാം. भारत माता की ജയ്, भारत माता की ജയ്, भारत माता की ജയ്. बहुत बहुत धन्यवाद.
ഈ മഹാസമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിലേക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി.പി. ജയചന്ദ്രൻ അവരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലെ ജനതയോട് സംസാരിച്ചു. ഭീകരവാദത്തിനെതിരെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് രണ്ട് രാജ്യങ്ങളും. ഉറിയിലെ ഭീകരാക്രമണത്തിന് ഭാരതം തക്കതായ അർഹിക്കുന്ന രീതിയിൽ മറുപടി നൽകും എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ്. ഏഷ്യയിൽ 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടേതായി മാറ്റാൻ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രയത്നിക്കുമ്പോഴും ഒരു രാജ്യം മാത്രം അതിനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്. എന്നാൽ ഭീകരവാദത്തിന് മുന്നിൽ ഭാരതം മുട്ടുമടക്കില്ല എന്ന ശക്തമായ താക്കീത് നരേന്ദ്രമോദി നൽകുകയുണ്ടായി. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് മലയാളത്തിൽ ആണ്. കേരളത്തെ ഓർക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പവിത്രമായ വികാരമാണ് ഉണ്ടാകുന്നത്. ഈ നാടിന്റെ പാരമ്പര്യം, സംസ്കാരം എന്നിവ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നു. മലയാളികളുടെ അധ്വാനശീലം വിദേശ രാജ്യങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു. ജനസംഘത്തിൽ നിന്ന് 50 വർഷം കൊണ്ട് BJP നേടിയ വളർച്ച വിസ്മയകരമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗാന്ധി, ദീൻദയാൽ ഉപാധ്യായ, റാം മനോഹർ ലോഹ്യ എന്നിവരുടെ പ്രവർത്തനത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ. രാജ്യത്ത് പട്ടിണിയില്ലാതാക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ ബലിദാനികളായ ജനസംഘത്തിന്റെയും BJPയുടെയും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി കോഴിക്കോടിന്റെ മണ്ണിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കേരളത്തിലെ ബലിദാനികൾ സഹിച്ച യാതന വെറുതെയാകില്ല. കേരളത്തിന്റെ സമഗ്രമായ മാറ്റം BJPയിലൂടെ ആയിരിക്കും. കേരളത്തിന്റെ തലവര മാറ്റാനുള്ള നിമിത്തമാകും BJP. കേരളത്തിന് എല്ലാവിധ സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതത്തിന്റേതാണ്. 21-ാം നൂറ്റാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയുടേതാക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ ഒരു രാജ്യം മാത്രം അശാന്തി വിതയ്ക്കുകയാണ്, അശാന്തി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഏഷ്യയിൽ എല്ലായിടത്തും ഭീകരവാദം സൃഷ്ടിക്കാൻ ഈ രാജ്യം ശ്രമിക്കുന്നു. ഏഷ്യയിൽ ഭീകരവാദം സൃഷ്ടിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ്. ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പോലും ഭീകരവാദത്തിന്റെ ഇരകളായി മാറുന്നുണ്ട്. ഭീകരവാദത്തിന് മുന്നിൽ ഭാരതം മുട്ടുമടക്കില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. ഉറി ഭീകരാക്രമണം രാജ്യം മറക്കില്ല. ഈ ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് ഭീകരാക്രമണം നടന്നത്. ഇതിന് അർഹിക്കുന്ന കൃത്യമായ മറുപടി ഭാരതം നൽകും. ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ നിരവധി തവണ അയൽ രാജ്യത്തെ ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. ഇതിനിടയിൽ 110ഓളം ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ സേനയുടെ ധീരതയിൽ നമുക്ക് അഭിമാനിക്കാം. അതിർത്തി കാക്കുന്ന സൈനികരുടെ പിന്തുണ ജനശക്തിയാണ്. ഭീകരവാദികൾ എഴുതിയ പ്രസംഗം വായിക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടൊന്നും പറയാനില്ല. പാക് അധീന കശ്മീരിൽ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. സിന്ധിൽ, ബലൂചിസ്ഥാനിൽ കശ്മീരിന്റെ പേര് പറഞ്ഞ് പാകിസ്ഥാൻ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുന്ന ഭരണാധികാരികൾ പാകിസ്ഥാനിലെ ജനതയെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. ഭാരതം സോഫ്റ്റ്വെയറുകൾ കയറ്റുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദികളെയാണ് കയറ്റുമതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ വെല്ലുവിളി നേരിടാൻ ഭാരതം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് BJP കൗൺസിലിന്റെ ഭാഗമായുള്ള മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചതാണ്. BJP ദേശീയ കൗൺസിലിന്റെ ഭാഗമായുള്ള മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിശക്തമായ ഭാഷയിലുള്ള പാകിസ്ഥാന് നൽകിയ മറുപടിയോടെയാണ്, ഭീകരവാദികൾക്ക് നൽകിയ മറുപടിയോടെയാണ് മഹാസമ്മേളനത്തിന് തിരശ്ശീല വീണിരിക്കുന്നത്. വീരമൃത്യു വരിച്ച സൈനികരെ രാജ്യം എന്നും ഓർക്കുമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനസഹസ്രങ്ങളെ, രാജ്യത്തെ ഒന്നാകെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കേരളത്തിലെ CPM അക്രമത്തിനെതിരെയും അമിത്ഷാ ആഞ്ഞടിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനസഹസ്രങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. BJP ദേശീയ കൗൺസിലിന്റെ ഭാഗമായുള്ള മഹാസമ്മേളനം ആണ് ഇന്ന് 3 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് പൂർത്തിയായിട്ടുള്ളത്. നവാസ് ഷെരീഫിനെ വിമർശിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. ഭീകരവാദികൾ എഴുതി നൽകുന്ന കുറിപ്പുകൾ പോക്കറ്റിലിട്ട് നടക്കുന്ന, അത് വായിച്ചു നടക്കുന്ന വ്യക്തി എന്നാണ് നവാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. വിനീഷ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ രാഷ്ട്രീയമായ പ്രാധാന്യവും പ്രസക്തിയും എന്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്?
പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തിയത്. ഭീകരവാദത്തിനെതിരെ ചെറുത്തു നിൽക്കേണ്ട ഭാരതത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ സന്ധിയില്ലാത്ത ഒരു സമരം തന്നെയാണ് ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഭീകരവാദത്തിന് മുന്നേ മുട്ടുമടക്കാൻ ഭാരതം തയ്യാറല്ല, പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് ഈ പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ പ്രസംഗം ഒരു താക്കീതായി മാറിയിരിക്കുകയാണ്. ഈ ഏത് വെല്ലുവിളിയും പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ രാജ്യം തയ്യാറാണ്, അല്ലെങ്കിൽ ഡൽഹിയിലെ സർക്കാർ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനമാണ് ആദ്യം മുതൽ തന്നെ പ്രധാനമന്ത്രി നടത്തിയത്. രാജ്യത്തിനുണ്ടായ ഭീകരവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വളരെ രൂക്ഷമായി തന്നെയാണ് അവതരിപ്പിച്ചത്. എവിടെയാണോ ഭീകരവാദം ഉണ്ടാകുന്നത് അവിടെയെല്ലാം ഒരേ ഒരു രാജ്യത്തിന്റെ പേരാണ് കേൾക്കുന്നത്, അത് പാകിസ്ഥാന്റെ പേരാണ്. എവിടെ ഭീകരവാദത്തിന്റെ വിത്ത് മുളപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ വിത്ത് മുളപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് നീങ്ങുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത ഇത്തരത്തിലാണ് ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ദാരിദ്ര്യം മാറ്റാൻ യുദ്ധത്തിന് രാജ്യം അല്ലെങ്കിൽ ഭാരതം തയ്യാറാണെന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞത്. അത്തരത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഉടനീളം ചെയ്തത്. പാകിസ്ഥാന്റെ രാജ്യത്തിൽ നിൽക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിക്കൊണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഈ സംസ്ഥാനത്തെ CPM-ന്റെ അക്രമത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. രാജ്യത്തുണ്ടാകുന്ന ഈ CPM അക്രമത്തെ വളരെ രൂക്ഷമായി തന്നെയാണ് ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓരോ ബലിദാനികളുടെയും സംസ്ഥാനത്തെ കേരളത്തിലെ ഓരോ ബലിദാനികളുടെയും ശ്രമം, അവരുടെ ആശയത്തിനും ആത്മസമർപ്പണമുള്ള ആ ഒരു ശ്രമം ഈ ഒരിക്കലും പാഴാവില്ല, അത് മുന്നേറുക തന്നെ ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. വിനീഷ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് R രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഉറിയിലെ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായാണ്. അതിനാൽ തന്നെ രാജ്യാന്തര ശ്രദ്ധ പോലും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇന്ന് എന്ത് സംസാരിക്കും എന്നതിന് ഉറി ഭീകരാക്രമണത്തിന് പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ, പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ മോദി ഇന്ന് മറുപടി നൽകിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം മോദിയുടെ പ്രസംഗത്തെ? തീർച്ചയായും സുബീഷ്, മോദിയുടെ മൗനമായിരുന്നു ഈ ഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചു വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഉറി ആക്രമണത്തിന് ശേഷം മോദി പുലർത്തി വന്ന ഈ മൗനം എന്ന് ഭേദിക്കും, അല്ലെങ്കിൽ അതിനുശേഷം എന്തുത്തരം പറയും എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഈ ചോദ്യം പറഞ്ഞവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒരു നയതന്ത്ര യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള സന്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു. പാകിസ്ഥാനെ അവരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ നേതൃത്വത്തിന് എതിരായി പ്രതികരിക്കാനുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹം വിവിധ കാരണങ്ങളും വിവിധ സംഭവങ്ങളും ഉച്ചരിച്ചുകൊണ്ടാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തെ തകർക്കാനുള്ള ഒരു ശക്തിയും ശ്രമിക്കുന്ന ശ്രമം നടക്കില്ല എന്ന് വ്യക്തമായിട്ട് പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തി. തീവ്രവാദത്തെ ചെറുക്കാൻ ഭാരതത്തിന് ഒരു ശക്തിയുടെയും പിന്തുണയില്ലാതെ തന്നെ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിന്റെ സൈനികർ, അവർ അതിർത്തി കാക്കുന്നവരോട് ഭാരതത്തിന്റെ ഭരണകൂടത്തിന് അങ്ങേയറ്റം ആത്മാർത്ഥമായ കൃതജ്ഞതയാണ് ഉള്ളത്. ഇവരുടെ ജീവൻ കവരാനുള്ള പാകിസ്ഥാന്റെ ഏതൊരു ശ്രമവും അതേ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന് ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് പാകിസ്ഥാന്റെ രാജ്യവിഭജനം നടന്നതിനെ പോലും അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാകിസ്ഥാന് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ആദ്യം അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. നമുക്കിതിനെ നയതന്ത്ര തലത്തിൽ വിലയിരുത്തുമ്പോൾ മോദിയുടെ സന്ദേശം പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ പാകത്തിലാണ്. ഇതിനകം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ മോദിയുടെ പ്രസംഗം വലിയ രീതിയിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതായാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പോലും വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ പ്രസംഗം രാജ്യാന്തര തലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുക. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യയുടെ നയമായിരുന്നു ഇന്ന് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കോഴിക്കോട് കടപ്പുറത്ത് കൂടിയ 10,000-കണക്കിന് ആളുകൾ ഹർഷാരവത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. ഭാരതത്തിന്റെ പരിച്ഛേദം നേരിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുചേരുകയായിരുന്നു. ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നിന്ന് വന്നത്. അദ്ദേഹം ഭാരതത്തിന്റെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ഈ രാജ്യത്തിന്റെ അതിർത്തിയും കാക്കാനുള്ള
ശേഷി ഇന്ത്യയുടെ സൈന്യത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. നുഴഞ്ഞു കയറി നിഴൽ യുദ്ധം നടത്തുന്നവർക്ക് അതിന് നൽകേണ്ട മറുപടി അതത് സമയത്ത് തന്നെ നൽകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ശക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ ഈ രാജ്യം സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭരണതലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നയം വ്യക്തമാക്കുന്ന നിലപാടുകളായിരുന്നു ആ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാക്കിയത്. ശരീരഭാഷ ആത്മവിശ്വാസത്തിന്റേതായിരുന്നു. ഭാരതത്തിന്റെ സൈന്യത്തിന് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് അല്ലെങ്കിൽ സൈന്യത്തിനെ എത്രമാത്രം ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയായിരുന്നു അദ്ദേഹം. 18 സൈനികരുടെ വീരമൃത്യുവിനെ അദ്ദേഹത്തിന്റെ പ്രണാമം അർപ്പിച്ചു. ആദരാഞ്ജലികൾ സൈന്യത്തിന് അർപ്പിച്ചുകൊണ്ട് മോദി ദീർഘനേരമാണ് സംസാരിച്ചത്. തന്റെ പ്രസംഗത്തിന്റെ സിംഹഭാഗവും ഈ വിധത്തിൽ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിന് വേണ്ടി മരിച്ച സൈനികർക്കും വേണ്ടി ഒരു പ്രധാനമന്ത്രി മാറ്റിവെക്കുമ്പോൾ രാജ്യം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന് വേണം നമുക്ക് നിരീക്ഷിക്കാൻ. ഇതിനർത്ഥം ഭാരതം അതിന്റെ തിരിച്ചടി നൽകാനായി അത് നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെയുള്ള തിരിച്ചടികൾ നൽകാൻ ഭാരതം തയ്യാറെടുത്തു കഴിഞ്ഞു. അന്തർദേശീയ ശക്തികളോടുകൂടി ഭാരതത്തിന്റെ നിലപാട് തീവ്രവാദ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായിട്ടുള്ള താക്കീത് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന സന്ദേശം വ്യക്തമാണ്. പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ പോരാടാനാണ് അവിടുത്തെ ജനങ്ങളെ ഒരു തരത്തിൽ നരേന്ദ്രമോദി പ്രേരിപ്പിച്ചിരിക്കുന്നത്. പട്ടിണി കൊണ്ടും അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നാടായി പാകിസ്ഥാൻ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം മാറ്റിവെക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഭ്രൂണ ഹത്യകളുടെ പേരിലും അവിടെ നടക്കുന്ന ശൈശവ കുട്ടികളുടെ മരണങ്ങളുടെ പേരിലും പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിന് ഒരു വിധത്തിലുള്ള ഇടപെടലും നടത്താൻ സാധിക്കുന്നില്ല. കുട്ടികളുടെ മരണം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ യുദ്ധം ചെയ്യേണ്ട പാക് സർക്കാർ അവർ സ്വീകരിക്കുന്ന മൗനം, തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഭീതി വിതയ്ക്കാൻ നടത്തുന്ന ശ്രമം, ഈ ശ്രമത്തിനെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ തുറന്നെതിർക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ത്യയുടെ സൈനികർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ കാവൽ നിൽക്കുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ കടൽ തീരത്ത് വന്നുകൂടിയ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ, ഭാഷയുടെ വ്യത്യാസമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഹർഷാരവത്തോടെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ദേശീയത എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ജനങ്ങളുടെ പ്രതികരണം. ദയവായി ടെലിഫോണിൽ തുടരുക. ഞാൻ ആർക്കെയിലേക്ക് തന്നെ തിരിച്ചെത്താം. എനിക്ക് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് വിനീഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിനീഷ്, ആർക്കെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് വളരെ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിനാകെ കരുത്തു പകരുന്ന രീതിയിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് രാജ്യത്തോട് സംസാരിച്ചത്. ഈ ഒരു വികാരത്തെ, ഈ ഒരു പൊതുവികാരത്തെ, ദേശീയ വികാരത്തെ കോഴിക്കോട്ടെ ജനത ഏത് രീതിയിലാണ് അവർ അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേട്ടവരാണല്ലോ, ഏത് രീതിയിലാണ് അവർ ഏറ്റുവാങ്ങിയത്? സുബീഷ്, രാജ്യത്തിന്റെ മുഴുവൻ വികാരം തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം ഒരു ചരിത്ര പ്രസംഗമായി തന്നെ മാറും. ലോകരാഷ്ട്രങ്ങൾ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഉറി ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതായിരുന്നു ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള ഓരോ ദേശസ്നേഹിയും ഇതിനെക്കുറിച്ച് ഉറ്റുനോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെ ഓരോ രാജ്യസ്നേഹികൾക്കും ഏറ്റവും അധികം അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം തന്നെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം തയ്യാറാണ്, ഡൽഹിയിലെ സർക്കാർ തയ്യാറാണെന്ന തരത്തിലേക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആദ്യം പാകിസ്ഥാൻ തീർക്കേണ്ടത് വിനീഷ് ഒറ്റക്കാര്യം ഒരാവശ്യം മുന്നോട്ട് വെക്കട്ടെ. വിനീഷ്, പ്രസംഗം കേട്ട സ്ത്രീകൾ അടക്കമുള്ള ഒരു വലിയ ജനസമൂഹം ഇപ്പോൾ വിനീഷിന്റെ ഇടത്തും വലത്തും ഒക്കെ ആയിട്ടുണ്ടല്ലോ. അവരുടെ പ്രതികരണം തേടാൻ ശ്രമിക്കാമോ ഈ ലൈവിൽ? തീർച്ചയായിട്ടും സുബീഷ്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ട നിരവധി പേർ തന്നെ നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നാലും ഇവിടെ യുവാക്കളായിട്ടും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മുതിർന്ന ആൾക്കാരുമുണ്ട്. എങ്ങനെയാണ് ചേട്ടാ പാകിസ്ഥാനെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു വിമർശനത്തെ കാണുന്നത്? ഓരോ രാജ്യസ്നേഹി ഇവിടെ
പ്രധാനമന്ത്രിയുടെ ഈ വെല്ലുവിളി 125 കോടി ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. എത്രത്തോളം ആവേശം പകരുന്നു ഓരോ ദേശീയ സ്നേഹിക്കും? തീർച്ചയായും ഇവിടുത്തെ ഓരോ ജനതയും ഓരോ ഈ നാട്ടിലെ ഈ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ കൂടെ ഇവിടുത്തെ സർവ്വ ജനങ്ങളുടെയും പിന്തുണ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടാ, നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഭയങ്കര ആവേശകരമായ പ്രസംഗം പാകിസ്ഥാനെതിരെയുള്ള ഒരു വളരെ വലിയ താക്കീതാണ്. ഈ താക്കീതിനെ എങ്ങനെയാണ് കാണുന്നത്? പ്രധാനമന്ത്രി ഓരോ ദേശത്തിന് നിങ്ങൾ ഈ ഉറി ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അതിനെ എങ്ങനെ കാണുന്നു? ദേശസ്നേഹത്തിന് കൂടിയാണ് പ്രധാനമന്ത്രി ഇത് വെല്ലുവിളി ഏറ്റെടുത്തത്. നല്ല രീതിയിലുള്ള ഒരു സംയമനമാണ് പ്രധാനമന്ത്രി കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഈ ഉറി ഭീകരാക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെ എങ്ങനെയാണ് യുവാക്കൾ എന്ന തരത്തിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് പാകിസ്ഥാനെതിരെ നൽകുന്നത്. രാജ്യത്തിന്റെ സമാധാനം കെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് നരേന്ദ്രമോദി കോഴിക്കോട് ഈ പരിപാടിയിൽ വ്യക്തമായ